വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഇന്ത്യ ഫാക്സും കേരള ഫാക്സും മാറി മാറി പഠിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ പ്രധാനപ്പെട്ട നദികളായ പെരിയാറും അതുപോലെ തന്നെ ഭാരതപ്പുഴയൊക്കെ പറയുകയുണ്ടായി. അതിനു മുമ്പ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, അതുപോലെ തന്നെ പ്രതീകങ്ങൾ, അതിരുകൾ തുടങ്ങിയ കാര്യങ്ങളും പിന്നെ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളും അങ്ങനെ 1 by 1 ആയിട്ട് ചെറുത് തുടങ്ങി ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഇന്ന് നമ്മൾ വളരെ രസകരമായിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യയുടെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇതിൽ നിന്ന് 1-2 മാർക്കുകൾ മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. ഒന്നുകിൽ ഏതെങ്കിലും ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ചോദിച്ചിട്ട് അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ 4 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് തന്നിട്ട് 4 ഒരെണ്ണം ക്ലാസിക്കൽ അല്ലാത്തതും ബാക്കി 3 ക്ലാസിക്കൽ ഡാൻസ് ഫോംസും തരും. ഇന്നത് അതിൽ ചേരാത്തത് ഏത്, അങ്ങനെ പല രീതിയിലും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള ഭാരതി ശിവജി, അല്ലെങ്കിൽ കലാമണ്ഡലം ക്ഷേമാവതി, അങ്ങനെയൊക്കെ ഓരോരോ വ്യക്തികളുടെ പേര് തന്നിട്ട് അവർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോണേ. സംസാരിക്കാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് 1-2 കാര്യങ്ങളൊന്ന് നോക്കാം നമുക്ക്. ഇന്ത്യൻ അവതരണ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഭരതമുനിയെയാണ്. ആരാണ്? ഇന്ത്യൻ അവതരണ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഭരതമുനിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. അപ്പൊ ഭരതമുനിയുടെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേര് പറയൂ. നാട്യശാസ്ത്രം എന്നാണ് പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേര്. ഇനി അടുത്തൊന്ന് നോക്കൂ. നൃത്തകലയുടെ ദേവൻ, നൃത്തം എന്ന് പറയുമ്പോൾ കലയുടെ ദേവൻ, നൃത്തകലയുടെ ദേവനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശിവനെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, നടരാജ വിഗ്രഹം. അപ്പോൾ നൃത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നടരാജ വിഗ്രഹവും കൂടെ ഓടി വരും. അപ്പൊ നടരാജ വിഗ്രഹം ആരുടെ സംഭാവനയാണെന്ന് ചോദിക്കുമ്പോൾ ചോളന്മാരുടെ സംഭാവനയാണ് കേട്ടോ. നടരാജ വിഗ്രഹം ചോളന്മാരുടെ സംഭാവനയാണ്. ഇനി ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ എത്ര ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് 8 നമ്മൾ ഉത്തരം കൊടുക്കാം. എത്ര നൃത്തരൂപങ്ങളുണ്ട്? 8 നൃത്തരൂപങ്ങളുണ്ട്. ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് 8 ഇങ്ങനെ ഓരോ നൃത്തരൂപങ്ങൾക്കും ക്ലാസിക്കൽ പദവി നൽകുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ്. ആരാണ്? കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ് ഒരു നൃത്തരൂപത്തിന് എന്ത് കൊടുക്കുന്നത്? ക്ലാസിക്കൽ പദവി കൊടുക്കുന്നത്. അങ്ങനെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ പദവി കൊടുത്ത 8 നൃത്തരൂപങ്ങളാണ് നമ്മൾ ഈ ബോർഡിൽ എഴുതിയിരിക്കണം. ഏതൊക്കെയാ നൃത്തരൂപം? ആദ്യത്തത് മോഹിനിയാട്ടം, രണ്ടാമത്തത് കഥകളി. അപ്പോൾ മോഹിനിയാട്ടവും കഥകളിയും ഇതിനെ കുറിച്ച് നമുക്ക് എന്താണ് അറിയാൻ പറ്റണത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നമ്മുടെ കലാരൂപങ്ങളാണ്, അതായത് കേരളത്തിലെ കലാരൂപമാണ്. അപ്പോൾ മോഹിനിയാട്ടം പഠിച്ചപ്പോൾ ഒഫീഷ്യൽ ഡാൻസ് ഫോം ഓഫ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങൾ, ഇപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം, ഔദ്യോഗിക പുഷ്പം, ഔദ്യോഗിക മൃഗം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ അതിൽ ഒഫീഷ്യൽ ഡാൻസ് ഏതാണെന്ന് പഠിച്ചു. കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏതാണെന്ന് പഠിച്ചു. നമ്മൾ മോഹിനിയാട്ടാണെന്ന് പഠിച്ചു. കഥകളി വിശാലമായി കുറേ കാര്യങ്ങൾ കഥകളിയെ കുറിച്ച് പറയാണ്ട് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് വൺ, ഭരതനാട്യം. ഭരതനാട്യം നമ്മൾ നാഷണൽ സിംബൽസ് പഠിച്ചപ്പോൾ, ദേശീയ പ്രതീകങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കേണ്ടായി ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച ഭരതനാട്യമാണ്. അപ്പോൾ നമ്മുടെ ദേശീയ നൃത്തരൂപം കൂടിയാണ് ക്ലാസിക്കൽ പദവി കിട്ടിയ ഭരതനാട്യം. അടുത്തത് ഒഡീസി. ഒഡീസി എവിടത്തെയാന്ന് ആർക്കും പറഞ്ഞു തരണ്ട, കാരണം അതിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്, ഒഡീഷയുടെയാണ്. അതുപോലെ തന്നെ അടുത്തതും സിമ്പിളാണ്, മണിപ്പൂരി. മണിപ്പൂരിയും എവിടത്തെയാണെന്നറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, മണിപ്പൂരിലാണ് കേട്ടോ. അടുത്തത് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശുകാരുടെ കലാരൂപമായ കുച്ചിപ്പുടിക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുണ്ട്. കഥക് ഉത്തർപ്രദേശിലാണ്. കഥക് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കഥക്. നെക്സ്റ്റ് വൺ, സാത്രിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കഥക്കും സാത്രിയും ഒക്കെ എത്രയോ അധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സാത്രിയ ആസാമിലെയാണ്. സാത്രിയ ആസാം, കഥക് UP, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, മണിപ്പൂരി മണിപ്പൂർ, ഒഡീസി ഒഡീഷ, ഭരതനാട്യം തമിഴ്നാട്, കഥകളിയും മോഹിനിയാട്ടവും കേരളത്തില്. അങ്ങനെ 8 നൃത്തരൂപങ്ങൾക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി എന്ത് കൊടുക്കേണ്ടായി? ക്ലാസിക്കൽ പദവി കൊടുക്കേണ്ടായി. ഇനി നമുക്കിത് ഓരോന്നും 1 by 1 ആയി പഠിക്കാം കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്ക് മോഹിനിയാട്ടം പഠിച്ചാലോ? ശ്രദ്ധിക്കും. മോഹിനിയാട്ടത്തിന്റെ ഉത്ഭവം എവിടുന്നാണ് നമ്മളൊക്കെ അറിയാം, എന്നാലും പറയണല്ലോ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. മോഹിനിയാട്ടത്തിന്റെ ഉത്ഭവം എവിടുന്നാണ്? കേരളത്തിൽ നിന്നാണ്. അപ്പൊ കേരളത്തിൽ നിന്നാണ് ഉത്ഭവം. ഇനി കേരളത്തിന്റെ തനത് നൃത്തരൂപം എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ്? മോഹിനിയാട്ടനെയാണ്. കേരളത്തിന്റെ തനത് നൃത്തരൂപം എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ എന്താ നമ്മൾ പറയണത്? കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തരൂപം എന്നറിയപ്പെടുന്നു. അപ്പൊ കേരളത്തിന്റെ തനത് നൃത്തരൂപം, കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തരൂപം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മോഹിനിയാട്ടാണ്. ഇനി മോഹിനിയാട്ടത്തില് ശൃംഗാരഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ ശൃംഗാരഭാവത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കലാരൂപമാണ് മോഹിനിയാട്ടം. നെക്സ്റ്റ് വൺ, ലാസ്യ നൃത്തം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കലാരൂപം. കണ്ടോ, വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? ലാസ്യ നൃത്തം എന്ന അപരനാമത്തിലും ഇത് അറിയപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ഉത്ഭവിച്ചത് കേരളത്തിൽ നിന്ന്, കേരളത്തിന്റെ തനത് നൃത്തരൂപം എന്നറിയപ്പെടുന്നു. കൂടാതെ കേരളത്തിൽ ഒഫീഷ്യൽ ഡാൻസ് ഓഫ് കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഹിനിയാട്ടം പറയും. ശൃംഗാര ഭാവത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലാസ്യ നൃത്തം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കലാരൂപം കൂടിയാണ് മോഹിനിയാട്ടം. നെക്സ്റ്റ് വൺ, ഇതിനുപയോഗിക്കുന്ന സംഗീതം. ഏത് സംഗീതം ഉപയോഗിക്കുന്നു? കർണാട്ടിക് സംഗീതമാണ്. അപ്പൊ മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്നത് കർണാട്ടിക് സംഗീതമാണ്. അപ്പൊ ആദ്യത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മുമ്പൊക്കെ പഠിച്ചിരുന്നത് സ്ത്രീകൾ മാത്രം ആണ് മോഹിനിയാട്ടം. പക്ഷെ ഇപ്പൊ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കളിക്കണമൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ശൃംഗാരഭാവത്തിനാട്ടോ പ്രാധാന്യം. ഇനി അടുത്തത്, മോഹിനിയാട്ടത്തിന്റെ മാതാവ് ആരാണ്? മോഹിനിയാട്ടത്തിന്റെ മാതാവ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. ആരാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെ മോഹിനിയാട്ടത്തിന്റെ മാതാവെന്ന് അറിയപ്പെടുന്നു. ഇനി മോഹിനിയാട്ടത്തിന്റെ പുനരുദ്ധാരണത്തിനായി പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ രാജാവാരാന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. അപ്പൊ മോഹിനിയാട്ടത്തിന്റെ പുനരുദ്ധാരണത്തിനായി പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയുടെ പേരാണ് സ്വാതി തിരുനാൾ. ഇനി താഴെ പറയുന്നതിൽ പ്രശസ്തരായിട്ടുള്ള മോഹിനിയാട്ടം നർത്തകരാരാന്നൊക്കെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ പ്രശസ്തരായിട്ടുള്ള മോഹിനിയാട്ടം നർത്തകർ എല്ലാവരുടെയും നമുക്ക് ബോർഡും എഴുതി നിങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല. മുമ്പ് ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് ഞാൻ പറയും. ഇനി പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്? നല്ല ലിസ്റ്റിൽ നല്ല ഉയർന്ന റാങ്കിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. നല്ല റാങ്കിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വഴി ഇട്ട് തരുമ്പോൾ, വഴി കാട്ടി തരുമ്പോൾ അതിൻ്റെ കുറേയധികം അടുത്ത എന്താ പറയുക ശാഖകളിലേക്കും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങൾ മറ്റ് വഴികൾ തേടി കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കാനും വേറെയും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എന്നാലും മാക്സിമം ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ കലാമണ്ഡലം കല്യാണിക്കുട്ടി, കലാമണ്ഡലം ക്ഷേമാവതി, ഭാരതി, ശിവജി തുടങ്ങിയവർ പ്രശസ്തരായിട്ടുള്ള മോഹിനിയാട്ട നർത്തകരാണ്. ആരൊക്കെ? കലാമണ്ഡലം കല്യാണിക്കുട്ടി, കലാമണ്ഡലം ക്ഷേമാവതി, ഭാരതി, ശിവജി തുടങ്ങിയവർ പ്രശസ്തരായിട്ടുള്ള മോഹിനിയാട്ട നർത്തകരാണ്. ഒന്നും കൂടെ ഞാൻ പറയാം. മോഹിനിയാട്ടം ഉത്ഭവിച്ചത് കേരളത്തിൽ നിന്ന്. കേരളത്തിന്റെ തനത് നൃത്തരൂപമെന്നും കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തരൂപമെന്നും അറിയപ്പെടുന്ന കലാരൂപം, ശൃംഗാരഭാവത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കലാരൂപം, ലാസ്യ നൃത്തം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കലാരൂപം ഒക്കെ മോഹിനിയാട്ടാണ് കേട്ടോ. സംഗീതം, കർണാടക സംഗീതം ഉപയോഗിക്കുന്ന സംഗീതം. മാതാവ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. നെക്സ്റ്റ് വൺ, പുനരുദ്ധാരണത്തിനായി പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ. ഇനി പ്രശസ്തരായിട്ടുള്ള മോഹിനിയാട്ട നർത്തകരാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടി, കലാമണ്ഡലം ക്ഷേമാവതി, ഭാരതി, ശിവജി തുടങ്ങിയവർ. നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം? കഥകളി നോക്കാട്ടോ. ഓക്കെ, നോക്കൂ, കഥകളി പഠിക്കാട്ടോ. കഥകളി കലകളുടെ രാജാവെന്നും രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. അപ്പൊ കഥകളിയുടെ വിശേഷണങ്ങളാണ് കലകളുടെ രാജാവ്, രാജാക്കന്മാരുടെ കല. തിരിച്ചും മറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ അല്ലെ. കലകളുടെ രാജാവ്, രാജാക്കന്മാരുടെ കല, അങ്ങനെ രണ്ടുപേരുണ്ട്. ഇനി നോക്കൂ, വിദേശികൾ ഇതിനെ വിശേഷിപ്പിച്ചത് കുറേയധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ടോട്ടൽ തിയേറ്റർ എന്ന അപരനാമത്തിലുള്ള കലാരൂപം ഏതാണ്? കഥകളി. അപ്പൊ വിദേശികളാണ് ഇതിനെ ടോട്ടൽ തിയേറ്റർ എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പൊ ടോട്ടൽ തിയേറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. അപ്പൊ കലകളുടെ രാജാവെന്നും രാജാക്കന്മാരുടെ കല എന്നും ടോട്ടൽ തിയേറ്റർ എന്നും അറിയപ്പെടുന്നത് ഏതെന്നെയാണ്? കഥകളി തന്നെയാണ്.
ഇനി ഇതിന്റെ ആദ്യകാല രൂപം, കഥകളിയുടെ ആദ്യകാല രൂപമായിരുന്നു രാമനാട്ടം. ഏതാണ്? രാമനാട്ടം. പിന്നീട് അത് മാറി 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 ഇന്നത്തെ കഥകളിയുടെ ഫോമിലേക്ക് വരികയാണ്. അപ്പൊ ഇതിന്റെ ആദ്യകാല രൂപം രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. അപ്പൊ കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം. ആ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. നെക്സ്റ്റ് വൺ, കഥകളിയുടെ ആദ്യ നാമം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും പറയാ? രാമനാട്ടം തന്നെയാ പറയാ കേട്ടോ. അപ്പൊ ഇതിപ്പോ എന്താ? ആദ്യ രൂപം, ആദ്യ നാമം, അത്രയും സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ എന്തിനാ പറയണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് പഠിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാവില്ലേ, അപ്പൊ അവർക്ക് കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരണ വേണ്ടേ. അപ്പൊ അവരെ ഉദ്ദേശിച്ച് പറയുന്നതാണ് ആദ്യകാല രൂപം എന്നും ആദ്യനാമം എന്നൊക്കെ അറിയപ്പെടുന്നത് രാമനാട്ടാണ്. ഇനി ഇതിന്റെ സാഹിത്യ രൂപം, കഥകളിയുടെ സാഹിത്യ രൂപത്തിന് നമ്മൾ ആട്ടക്കഥ എന്ന് വിളിക്കുന്നു. അപ്പൊ കഥകളിയുടെ സാഹിത്യ രൂപത്തിന് എന്താ വിളിക്കുക? ആട്ടക്കഥ എന്നാ വിളിക്കുക. നെക്സ്റ്റ് വൺ, കഥകളിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചു. നേരത്തെ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് നമ്മൾ ആരാ പറഞ്ഞേ? കൊട്ടാരക്കര തമ്പുരാനാ പറഞ്ഞു. ഇനി കഥകളിയുടെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ കോട്ടയത്ത് തമ്പുരാൻ. ആരാണ്? അപ്പൊ കോട്ടയോ കൊട്ടാരക്കരയും മാറരുത് കേട്ടോ, തെറ്റിപ്പോവരുത്. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. ആരാണ്? കോട്ടയത്ത് തമ്പുരാൻ. ഇനി കഥകളിക്ക് ഏത് സംഗീതം? നേരത്തെ നമ്മൾ കർണാടിക് സംഗീതം പറഞ്ഞില്ലേ, അതുപോലെ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. ഈ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ ഏതൊക്കെ? ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക തുടങ്ങിയ 5 ഉപകരണങ്ങളാണ്, 5 വാദ്യ ഉപകരണങ്ങളാണ് കഥകളിക്ക് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ? ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യൂ. ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക. ഇനി കഥകളിയില് എത്ര മുദ്രകളുണ്ട്, അല്ലെങ്കിൽ കഥകളിയിലെ മുദ്രകൾ എത്ര എണ്ണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 24ആണ്. നമ്മൾ 24 ആരക്കാലൊക്കെ പഠിക്കും നമ്മുടെ ഇന്ത്യയുടെ, അല്ലെ? അപ്പോ എന്താ പറയാ, ദേശീയ പതാകയിൽ. അപ്പൊ കഥകളിയുടെ മുദ്രകളും എത്ര തന്നെയാണ്? 24 തന്നെയാണ്. ഈ കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ഹസ്തലക്ഷണ ദീപിക. ഏതാണ്? ഹസ്തലക്ഷണ ദീപിക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കഥകളി, അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിലെ ഏത് ടോപ്പിക്കുകളായാലും. കാരണം 1-2 മാർക്ക് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ഉണ്ടാവാറുള്ളതാണ്. ശ്രദ്ധിച്ച് ഒന്നും കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. കലകളുടെ രാജാവ്, രാജാക്കന്മാരുടെ കല എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപം കൂടിയാണ് കഥകളി. കഥകളിയുടെ ആദ്യ രൂപത്തെ അല്ലെങ്കിൽ ആദ്യ നാമത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? രാമനാട്ടം എന്ന് വിളിക്കുന്നു. ഈ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. എന്നാൽ കഥകളിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കോട്ടയത്ത് തമ്പുരാനാണ്. ആരാണ്? കോട്ടയത്ത് തമ്പുരാൻ. നെക്സ്റ്റ് വൺ, ഇതിന്റെ സാഹിത്യ രൂപത്തെ നമ്മൾ ആട്ടക്കഥ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. കഥകളിയിൽ ഉപയോഗിക്കുന്ന 5 വാദ്യോപകരണങ്ങൾ ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക തുടങ്ങിയവയാണ്. എത്ര മുദ്രകൾ ഉപയോഗിക്കുന്നു? 24 മുദ്രകളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. ഇതിന് അടിസ്ഥാനമായ ഗ്രന്ഥത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹസ്തലക്ഷണ ദീപിക എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്താണ്? ഹസ്തലക്ഷണ ദീപിക. ശ്രദ്ധിക്കൂ, നമ്മൾ കഥകളിയിലെ വേഷങ്ങളാട്ടോ പഠിക്കണേ. എത്ര വേഷമുണ്ട്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. എന്താണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇതാണ് കഥകളിയിലെ വേഷങ്ങൾ. വളരെ പ്രധാനമാണ്. ഓരോ വേഷങ്ങളും എടുത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ. പച്ച എന്ന് പറഞ്ഞാൽ സാത്വികന്മാർ, അതായത് നല്ല വ്യക്തികൾ. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നായകന്മാരില്ലേ, നായകന്മാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനിമയൊക്കെ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ നായകന്മാരാണ് ആര്? സാത്വികന്മാർ. അല്ലെങ്കിൽ പച്ച. പച്ച നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ സൂചിപ്പിക്കണം. അപ്പൊ നായകന്മാർ ഇപ്പൊ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഇപ്പൊ രാമായണത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഥാപാത്രങ്ങളിലെ നായകന്മാർ വരുമ്പോൾ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. എന്തിന്? പച്ചയ്ക്ക്. ഇനി അടുത്തത് കത്തി. കത്തി, അപ്പൊ നായകനുണ്ടെങ്കിൽ വില്ലൻ ഉണ്ടാവും. അപ്പോ കത്തി വില്ലന്മാരല്ലേ, കത്തിയും കടവോളും തോക്കൊക്കെ ആയിട്ട് വരണേ. അപ്പോ എന്തായിരിക്കും? ദുഷ്ടന്മാരായിട്ടുള്ള കഥാപാത്രന്മാരായിരിക്കും ആര്? ഈ കത്തി എന്ന് പറയുന്നത്. അതിലെ ദുഷ്ട രാജാക്കന്മാര് ആണ് മെയിൻ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് ആരെ? ഇപ്പൊ ഇതില് ദുഷ്ടന്മാരായിട്ട് നമുക്ക് കംസനെ എടുക്കാം.
അല്ലെ? ദുഷ്ടകഥ. അതുപോലെ തന്നെ സുഗ്രീവൻ, ദുര്യോധനൻ, കംസൻ, ദുര്യോധനൻ തുടങ്ങിയവരെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ദുഷ്ടരാജാക്കന്മാരായിട്ട് എടുക്കാം. ഇനി അടുത്തത് അതായത് കത്തി. കത്തി എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? വില്ലൻ. അതായത് നേരത്തെ നായകനെ പറഞ്ഞപ്പോ ഓപ്പോസിറ്റ് ആരാ? വില്ലൻ. ഇനി അടുത്തത് കരി. കരി എന്താ പറയാ, രാക്ഷസ കഥാപാത്രമാണ്. കരിയില് എന്ത്? പുരുഷകരിയുണ്ട്, സ്ത്രീകരിയുണ്ട്. അപ്പൊ രാക്ഷസനും രാക്ഷസിയും അങ്ങനെയാവും. അപ്പൊ കരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാക്ഷസ കഥാപാത്രങ്ങളെയാണ് സൂചിപ്പിക്കണം. നെക്സ്റ്റ് വൺ താടി. ഇനി താടി തന്നെ 2-3 തരമുണ്ട്. ചുവന്ന താടിയുണ്ട്, കറുത്ത താടിയുണ്ട്, വെളുത്ത താടിയുണ്ട്. ചുവന്നത് എന്ന് പറയുന്നത് രക്തത്തിന്റെ ഒക്കെ കളർ. ചുവപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടി കലർന്ന ഒരു സംഭവമാണ്. അപ്പൊ ദേഷ്യം അല്ലെങ്കിൽ പേടി അങ്ങനെയുള്ളൊക്കെ. അപ്പൊ ക്ഷിപ്രകോപികളെയാണ് നമ്മൾ ചുവന്ന താടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബാലി, സുഗ്രീവനെ പോലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെയാണ് ഏത്? ചുവന്ന താടികൾ. ഇനി അടുത്തത് കറുത്ത താടി. വേടന്മാര്, നായാടികള് അങ്ങനെയൊക്കെയാണ് കറുത്ത താടി എന്ന് ഉദ്ദേശിക്കുന്നത്. വേടന്മാര്, നായാടികൾ. ഇനി വെളുത്ത താടിയാണെങ്കിലോ അതിമാനുഷികമായിട്ടുള്ള കഴിവുള്ള ആൾക്കാർ, സാത്വികന്മാരെ പോലുള്ള ആൾക്കാർ, പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല സ്വഭാവമുള്ള ആൾക്കാർ. അതിമാനുഷികന്മാർ മനുഷ്യന് അതീതമായിട്ടുള്ള ശക്തിയുള്ള ആൾക്കാർ. ഇപ്പൊ ഹനുമാൻ, അതുപോലെ തന്നെ ജാമ്പവാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ നമുക്ക് വെളുത്ത താടിയിൽ പെടുത്താട്ടോ. നെക്സ്റ്റ് വൺ മിനുക്ക്. മിനുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ കഥാപാത്രം, മുനിമാര്, സന്യാസികൾ അങ്ങനെയുള്ളതില്ലേ, അവരെയൊക്കെയാണ് നമ്മൾ ഇതിൽ പെടുത്തുന്നത്? മിനുക്കിൽ പെടുത്തുന്നത്. അപ്പൊ എന്തൊക്കെയാ? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. അങ്ങനെ 5 എണ്ണാണ് കഥകളിയിലെ വേഷങ്ങൾ. റിപ്പീറ്റ് ചെയ്യൂ. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പച്ച നായകന്മാർ അല്ലെ, സാത്വിക വേഷം ചെയ്യുന്നവർ. കത്തി ആരാണ്? വില്ലന്മാർ, ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാർ. കരി ആരാണ്? രാക്ഷസ കഥാപാത്രം. അതിൽ രാക്ഷസികളും ഉണ്ടാവാം, രാക്ഷസന്മാരുണ്ടാവും. അതായത് ആണും ഉണ്ടാവാം, പെണ്ണും ഉണ്ടാവാം. ഇനി താടി, ചുവന്ന താടിയുണ്ട്, കറുത്ത താടിയുണ്ട്, വെളുത്ത താടിയുണ്ട്. ചുവന്ന താടികൾ ക്ഷിപ്രകോപികൾ അല്ലെങ്കിൽ ദേഷ്യമുള്ള ആൾക്കാര്. കറുത്ത താടികൾ നായാടികള് അല്ലെ, വേടന്മാർ അങ്ങനെയുള്ളതൊക്കെ. വെളുത്ത താടികൾ പോസിറ്റീവ് ആയിട്ടുള്ള, വെളുപ്പ് നല്ലതിനല്ലേ, ഒരു ശാന്തിയല്ലേ നമ്മൾ സൂചിപ്പിക്കണേ. അപ്പൊ ഹനുമാനെ പോലെയുള്ള ആൾക്കാര്, ജാമ്പവാനെ പോലെയുള്ള ആൾക്കാര് അങ്ങനെയൊക്കെ കേട്ടോ. ഇനി അടുത്തത് മിനുക്ക്, സ്ത്രീ കഥാപാത്രം. അല്ലെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞ മുനിമാരെയൊക്കെ, നമ്മൾ സന്യാസിമാരൊക്കെ ഇല്ലേ, അവരെയൊക്കെ നമ്മൾ പ്രതിനിധീകരിക്കുന്നത് മിനുക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വെച്ചിട്ടാണ്. ഇനി കഥകളി നമുക്കറിയാം, അതിൻ്റെ ഒരു വേഷവിധാനം. എത്രയോ മണിക്കൂറുകൾ പണിയെടുത്താലാണ് ഇങ്ങനെ ഭംഗിയായിട്ട് കത്തിയും കരിയും താടിയും മിനുക്കും പച്ചയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും അല്ലെ. അങ്ങനെ ആ വേഷം അണിയണ ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് കഥകളിക്ക് വേഷം അണിയുന്നതിന് വിളിക്കുന്ന പേര് ചുട്ടികുത്ത് എന്നാണ്. എന്താ വിളിക്കുക? ചുട്ടികുത്ത് എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പൊ കഥകളിക്ക് വേഷമണിയുന്നതിന് ചുട്ടികുത്ത്. കഥകളിയുടെ വേഷങ്ങൾ പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഓക്കെ, ഇനി നോക്കൂ. ഇനി നമുക്ക് കഥകളിയിലെ ചടങ്ങുകളിലേക്ക് കടക്കാം. കഥകളിയിൽ ശരിയായിട്ടുള്ള രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ 8 ചടങ്ങുകൾ ഉണ്ട്. ഇത്ര 8 ചടങ്ങുകളോട് കൂടിയിട്ടാണ് കഥകളി തുടങ്ങി അവസാനിക്കുള്ളൂ. മനസ്സിലായോ? അതിനെ നമ്മൾ അഷ്ടാംഗങ്ങൾ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? അഷ്ടാംഗങ്ങൾ. പക്ഷെ 8 ചടങ്ങ് നമ്മൾ പഠിച്ചില്ലെങ്കിലും 3 ചടങ്ങെങ്കിലും നമ്മൾ ഓർത്ത് വെക്കണം. 3 ചടങ്ങ് ഓർത്ത് വെക്കണം. ഏതാ? ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട് എന്നാണ് അറിയപ്പെടുക. അതായത് കഥകളി ഉണ്ടെന്ന് ചെണ്ട കൊട്ടി നടന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങിനെ വിളിക്കണ പേരാണ് കേളികൊട്ട്. അപ്പൊ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട്, കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങിന്. അപ്പൊ ചെണ്ട കൊട്ടി എന്താ പറയാ, എല്ലായിടത്തും നടന്ന് ഇന്ന സ്ഥലത്ത് കഥകളി ഉണ്ട് കേട്ടോ എന്ന് അറിയിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ചെണ്ട കൊട്ടിയല്ലേ നടക്കണം. അപ്പൊ കേളി കൊട്ട്, അതാണ് ആദ്യത്തെ ചടങ്ങ്. പക്ഷെ അത് വഴിയിൽ അല്ലെങ്കിൽ പുറത്താണ്. പക്ഷെ അത് കഴിഞ്ഞ് കഥകളിയുടെ ആ ഒരു അരങ്ങിലേക്ക് എത്തുമ്പോൾ ശരിക്കും സ്റ്റേജിൽ കയറിയിട്ടുള്ള ആദ്യ പരിപാടി പുറപ്പാടാ. അപ്പൊ അതായത് തിരശീല നീക്കി രംഗത്ത് വരുന്ന ആദ്യത്തെ ആ ഒരു എന്താ പറയാ ചടങ്ങ് എന്ന് പറയുന്നത് പുറപ്പാടാണ് കേട്ടോ. അങ്ങനെ ചോദിക്കാൻ വെച്ചാൽ പുറപ്പാട് നമ്മൾ പറയണം. അങ്ങനെ എടുത്തു ചോദിക്കാൻ വെച്ചാൽ പറഞ്ഞാൽ മതി സ്റ്റേജിലുള്ളത്, അല്ലെങ്കിൽ തിരശീല നീക്കി വരുന്ന ആദ്യ ചടങ്ങ് എന്നൊക്കെ ചോദിക്കാൻ വെച്ചാൽ പുറപ്പാട്. അല്ലെങ്കിൽ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ടാണ്, ചെണ്ടകൊട്ടി ആൾക്കാരെ അറിയിക്കണത്. ഇനി അവസാന ചടങ്ങ് ധനാശി. കുറേ പ്രാവശ്യം, ഇത്രയോ അധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ചടങ്ങാണ് ഏത്? ധനാശി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു 8 ചടങ്ങുകളുണ്ട് കഥകളിയില്. അതിനെ നമ്മൾ അഷ്ടാംഗങ്ങൾ എന്ന് വിളിക്കുന്നതിൽ 3 ചടങ്ങാണ് നമ്മൾ പഠിച്ചേ. ഒന്ന് കേളികൊട്ട്, ചെണ്ടകൊട്ടിയൊക്കെ നടന്ന് നാട്ടുകാരോട് ഇന്ന സ്ഥലത്ത് കഥകളി നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ് കേളികൊട്ടില് അല്ലെ. അടുത്തത് തിരശീലയൊക്കെ നീക്കി കഥകളി തുടങ്ങാൻ റെഡി ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു കർട്ടൻ അതിങ്ങനെ നീക്കി നീക്കി വരുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. കഥകളി കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ TV യിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ്
പുറപ്പാട്. ഇനി അവസാനിപ്പിക്കണല്ലോ, കഴിഞ്ഞ് ലാസ്റ്റ് സീൻ അല്ലേ, ശുഭം അല്ലേ, ആ പരിപാടിയാണ് ഏത്, ധനാശി. ഇനി നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം എവിടെ കാണപ്പെടുന്നു? ന്യൂഡൽഹിയിലാണത്രേ. എവിടെയാണ് അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം? ന്യൂഡൽഹി. ഈ കഥകളിയെ ഇത്രമാത്രം കേരളത്തിന്റെ കലാരൂപമാക്കി മാറ്റാൻ വളരെയധികം പ്രയത്നിച്ച ഒരു മലയാള കവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹം കഥകളിയെ നാലാൾ അറിയാനും അതായത് കഥകളിക്ക് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ വേണ്ടി ഒരു സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി. സ്ഥാപനത്തിന്റെ പേരാണ് കലാമണ്ഡലം. കേരള കലാമണ്ഡലം, ചെറുതുരുത്തിയിൽ ആരംഭിച്ച കേരള കലാമണ്ഡലം. കൂടാതെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 16 നമ്മൾ ദേശീയ കഥകളി ദിനമായി കൊണ്ടാടുന്നു. അപ്പൊ ദേശീയ കഥകളി ദിനം ഒക്ടോബർ 16 ആരുടെ ജന്മദിനം? ആരുടെയാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമാണ്. നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് കഥകളി കലാകാരന്മാർ. കുറച്ചു പേര് കഥകളി വളരെ പ്രശസ്തരായിട്ടുള്ള കഥകളി കലാകാരന്മാരുണ്ട്. അവരെയും കൂടെ ഒന്ന് ഓർത്തു വെക്കാം. മാത്തൂർ ഗോവിന്ദൻകുട്ടി, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ. കോട്ടയ്ക്കൽ ശിവരാമൻ സ്ത്രീവേഷത്തിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ കഥകളിയിലെ സ്ത്രീവേഷം മിനുക്ക് നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന് പ്രധാനപ്പെട്ട ആളാണ് ആര്? കോട്ടയ്ക്കൽ ശിവരാമൻ. ഇനി കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം ഗോപി, അദ്ദേഹത്തെ എപ്പോഴും നമ്മൾ ടിവിയിലും പേപ്പറിലും ഒക്കെ കാണാറുള്ള കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം രാമൻകുട്ടി നായർ. അപ്പൊ ഒന്നും കൂടെ പറയാം. മാത്തൂർ ഗോവിന്ദൻകുട്ടി, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ. ഏത് വേഷം? സ്ത്രീവേഷം. കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം രാമൻകുട്ടി നായർ. അപ്പൊ ഇത്രയാണ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ. കഥകളി ചടങ്ങുകൾ 8 അഷ്ടാംഗങ്ങൾ എന്ന് വിളിക്കുന്നു. കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങ് കേളിക്കുട്ട്, ആദ്യ ചടങ്ങ്. ഇനി കഥകളി തിരശ്ശീല നീക്കി രംഗത്തേക്ക് വരുന്ന ചടങ്ങ് പുറപ്പാട്. കഥകളിയിലെ അവസാന ചടങ്ങ് ധനാശി. അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം ന്യൂഡൽഹി. മലയാള കഥകളിക്ക് വേണ്ടി അല്ലെങ്കിൽ കഥകളിയെ നാലാൾ അറിയാൻ, പുറമേയുള്ള ആൾക്കാരറിയാൻ, വിദേശികൾ അറിയാൻ ഒക്കെ വേണ്ടി പ്രയത്നിച്ച് അതിനു വേണ്ടി കലാമണ്ഡലം എന്ന സ്ഥാപനമൊക്കെ തുടങ്ങിയ മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായി നമ്മൾ കൊണ്ടാടും. നെക്സ്റ്റ് വൺ, കലാകാരന്മാർ. മാത്തൂർ ഗോവിന്ദൻകുട്ടി, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം രാമൻകുട്ടി നായർ. അപ്പൊ ഇന്ന് നമ്മൾ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ 2 നൃത്തരൂപത്തെ കുറിച്ചാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നൃത്തരൂപം കൂടെ പഠിക്കാം. കൂടാതെ ഓരോരോ സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ കേരളത്തിൽ 2 തരത്തിൽ നൃത്തരൂപങ്ങളുണ്ട് നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് ആഘോഷങ്ങളും നൃത്തരൂപങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ നമുക്ക് പഠിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം നമുക്ക്. അപ്പൊ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെ പോലെ പഠിക്കുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും കൂടെ എൻ്റെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു പുതിയ ടോപ്പിക്കുമായിട്ട് വരാം. ചിലപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആവും, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ വേണ്ട, ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വേറൊരു ടോപ്പിക്കും ആവാം. ഏതായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.